ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനമാണ് എല്ലാം ഇവിടെ നടക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടായാൽ മതി. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും, സമ്പത്താണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും അസുഖമാണെങ്കിലും എല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കണം. പ്രയാസങ്ങൾ ഉണ്ടായാൽ, സന്തോഷമുണ്ടായാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. ഇത് ചെയ്താൽ മതി, ഒന്നും ചെയ്യണ്ട. സന്തോഷമാണെങ്കിൽ അൽഹംദുലില്ലാഹ്, പ്രയാസമാണെങ്കിൽ തവക്കൽതു അലല്ലാഹ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ നിന്നെ ഏൽപ്പിക്കുകയാണ്, നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്റെ കടങ്ങളെ, എന്റെ വീട്, എന്റെ കുടുംബങ്ങളെ, എന്റെ ആരോഗ്യം, എന്റെ ജോലിയെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത്ര മതി, വേറെ ഒന്നും വേണ്ട. ഒന്നുകിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമായിരിക്കും. സന്തോഷാണോ? നന്നായിട്ട് ശുക്ർ ചെയ്യ്, നന്നായി ദിക്ർ ചെയ്ത്, നന്നായിട്ട് ഖുർആൻ ഓത്, നന്നായിട്ട് സദഖ കൊടുക്ക്. ദുഃഖമാണോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ നിന്നെ പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറാവൂ. അതോടുകൂടി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. നിങ്ങൾ അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തരായാൽ നിങ്ങൾ ഒരു മുതലാളിയായി മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി മൂന്നാമത് പറഞ്ഞത്. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. അയൽവാസികളോട് മാന്യമായി പെരുമാറിയാൽ മാത്രമേ നീ ഒരു മുസ്ലിമായി മാറുള്ളൂ. തകുൻ മുഅ്മിന, ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ നിന്റെ അയൽവാസി സർട്ടിഫിക്കറ്റ് തരണം. അയൽവാസി പറയണം അയാൾ നല്ലവനാണ് എന്ന്. അയൽവാസി പറയണം അയാളുടെ സ്വഭാവം നല്ലതാണ്, അയാളെ കൊണ്ടൊരു ശർറുമില്ല, അയാളെ കൊണ്ടൊരു ശല്യമില്ല എന്ന് അയൽവാസികൾ പറഞ്ഞാൽ മാത്രമേ നമ്മളൊരു മുഅ്മിനായി മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുഅ്മിനല്ല. താടിയും തലപ്പാവും പർദ്ദയും ഹിജാബും മാത്രമാണ് നമ്മൾക്കുള്ളത്. ഒരു മുസ്ലിമിന്റെ ഒരു ഐഡന്റിറ്റിയും നിനക്കില്ല എന്ന് നീ മനസ്സിലാക്കണം. മരിച്ചാൽ നീ നേരെ പോകുന്നത് നരകത്തിലേക്കാണെന്നും കൂടി മനസ്സിലാക്കിക്കോ. അയൽവാസിയുടെ തൃപ്തി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. അയൽവാസി വലിയ വിഷയമാണ്. മാതാപിതാക്കളെ പോലെ ഗൗരവമുള്ള വിഷയമാണ് അയൽവാസി എന്ന് പറഞ്ഞാൽ. മാതാപിതാക്കളോടൊപ്പം മര്യാദയെ പെരുമാറിയാലും സ്വർഗം കിട്ടൂല. അയൽവാസികളോട് മോശമായി പെരുമാറിയാലും സ്വർഗം കിട്ടൂല. അയൽവാസിക്ക് നിന്നെ ഇഷ്ടമല്ലേ? വെറുതെ ഇഷ്ടപ്പെടാതിരിക്കൂല. മുഅ്മിനീങ്ങൾ ഒരാളും വെറുതെ ഇഷ്ടപ്പെടാതിരിക്കൂല. നിന്റെ സ്വഭാവം മോശമായാലും ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ. വെറുതെ ഒരാൾ വെറുക്കോ? ഒരാൾ അയൽവാസി വന്നിട്ട് നിന്നെ വെറുതെ വെറുക്കൂല. നിന്റെ കയ്യിൽ മുതലുള്ളത് കൊണ്ടൊന്നും വെറുക്കൂല. നിന്റെ സ്വഭാവം മോശമായാലും മാത്രമേ വെറുക്കുള്ളൂ. മുതലുണ്ടെങ്കിൽ എന്തിനാ ഇവര് വെറുക്കുന്നത്? ആ മുതൽ കൊണ്ട് ഇടയ്ക്കിടെ ഇവരെ സഹായിക്കും. ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇവർക്കും കൊടുക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്ന് അവർക്കും കൊടുക്കും. ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവരെ വിളിക്കും. പിന്നെ അവർക്ക് വെറുപ്പുണ്ടാവും. മുതലാളി അതിന്റെ പേര് വെറുപ്പുണ്ടാവും.